നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാം എല്ലാവരും കുടുംബ പാരമ്പര്യം അഥവാ കുടുംബ മഹിമ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കുടുംബ പാരമ്പര്യം. നമ്മളെല്ലാം പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഈ കുടുംബ പാരമ്പര്യം എന്നുള്ളത്? ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളും മൂല്യങ്ങളും സംസ്കാരങ്ങളും ഇതെല്ലാം കൂടി ചേർന്ന ആകെ തുകയാണ് നമ്മൾ കുടുംബ പാരമ്പര്യം എന്ന് വിളിക്കുക. ഈ അടുത്ത നാളിൽ ഇന്ത്യയിലെ ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിയിരുന്നു ദ റോഷൻ ഫാമിലി എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ്. അതിൽ ഹൃതിക് റോഷൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവർ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു നല്ല സീരീസായിരുന്നു. 4 എപ്പിസോഡുള്ള ഈ സീരീസ് മുഴുവനും ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് യഥാർത്ഥ കുടുംബ പാരമ്പര്യം? എന്തിലായിരിക്കണം നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്താണ് കുടുംബ പാരമ്പര്യമെന്ന്. നമ്മളിങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നമ്മുടെ മൂല്യങ്ങളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചേർന്ന ആകെത്തുക. അപ്പോൾ ഇതിനെ നമ്മൾ കുടുംബ പാരമ്പര്യമെന്ന് വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ പേരാണോ കുടുംബ പാരമ്പര്യം എന്നുള്ളത്? അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വിലയാണോ കുടുംബ പാരമ്പര്യം എന്നൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ കുടുംബത്തിൻ്റെയൊക്കെ പാരമ്പര്യം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ ചരിത്രത്തെ എവിടേക്കോ വെച്ച് ആരൊക്കെയോ ഒന്ന് മുറിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്റ്റഡിയായിട്ട് പോരുന്ന ഒരു പാരമ്പര്യം, അതിലേതോ ഒരു വ്യക്തി ഒരു പുതിയ വഴി വെട്ടി പുതിയൊരു യാത്ര ആരംഭിക്കുന്നതോടുകൂടി ഒരു പുതിയ ചരിത്രം തന്നെ ആരംഭിക്കുകയാണ് അവിടെ. നമ്മുടെ എല്ലാം കുടുംബത്തിൽ അതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ ആരാണ് നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഒരു പുതിയ യാത്ര ആരംഭിച്ചത്? ഒരുപക്ഷെ ഒരു പുതിയ സംസ്കാരം പുള്ളി തിരഞ്ഞെടുത്തതാവാം, അതല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചതാവാം, അല്ലെങ്കിൽ ഒരു പുതിയ രാജ്യത്തേക്ക് കുടിയേറിപ്പോയതാവാം, അതല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ആരംഭിച്ചതാവാം. ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെയൊക്കെ കുടുംബത്തിലൊന്ന് പരിശോധിക്കുമ്പം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പുതിയ യാത്ര ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ തായ്വഴികളെല്ലാം വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എൻ്റെ കുടുംബത്തിലും അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഇങ്ങനെ നോർമൽസി ബ്രേക്ക് ചെയ്ത ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഉദാഹരണം എന്നുള്ളത് നമ്മുടെ അംബാനി കുടുംബമാണ്. ഭാരതത്തിലും ലോകം മുഴുവനിലെല്ലാം ബിസിനസ്സുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണല്ലോ അംബാനി കുടുംബം. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അവരുടെ ബിസിനസ് സംരംഭം അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അവരുടെ കുടുംബ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, ധീരുഭായ് അംബാനിയാണ് അംബാനി കുടുംബത്തിനൊരു പുതിയ വഴി വെട്ടിത്തെളിച്ചത്. ഒരു സാധാരണ അധ്യാപകൻ്റെ മകനായിരുന്ന അദ്ദേഹം യമനിൽ പോയി ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനായി ജോലി ചെയ്ത് കിട്ടിയ പണമെല്ലാം ശേഖരിച്ചൊടുവിൽ ഇന്ത്യയിൽ വന്ന് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിച്ച ആ യാത്ര 15,000 രൂപയ്ക്കാണ് ആദ്യത്തെ ബിസിനസ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അംബാനി കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് കേന്ദ്രമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു നോർമൽ റൂട്ടിൽ നിന്നും ഒരു പുതിയ വഴിവെട്ടി മാറിയ ആളാണ് ധീരുഭായ് അംബാനി. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടാറ്റയുടെ കുടുംബത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അങ്ങനെയുള്ള ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണമായ അനുഭവമാണ്. ഇങ്ങനെ ഒരു നോർമൽസി ബ്രേക്ക് ചെയ്ത് പുതിയ വഴി വെട്ടി ആളുകൾ പോകുന്നത് ഒരു കുടുംബത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും മാറുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇതുപോലെ ഹൃതിക് റോഷൻ്റെ കുടുംബത്തിൻ്റെയും പാരമ്പര്യം മാറ്റിയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റോഷൻ നാഗ്രത്. ഇത് ഹൃതിക് റോഷൻ്റെ വല്യപ്പൻ്റെ പേരാണ്. This is my grandfather's voice. Sangeetkar Roshan. His full name was Roshan Lal Nagrat. It's a very interesting story how our surname went from Nagrat to Roshan. ഇദ്ദേഹം ചെയ്തത്, അവരുടെ കുടുംബത്തിൻ്റെ വഴി ഒരു പുതിയ ദിശയിലേക്ക് തിരിച്ചുവിട്ടത്, ഇദ്ദേഹം ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ്. ആ സംഗീത സംവിധാനത്തിലൂടെ ഒട്ടനവധി ഹിറ്റ് സോങ്സ് ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു പുതിയ ചരിത്രം ഈ റോഷൻ നാഗ്രത് എന്നു പേരുള്ള ഈ വ്യക്തി ആരംഭിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ റോഷൻ എന്ന പേര് കുടുംബ പേരായി മാറി
രാജേഷ് റോഷനും രാകേഷ് റോഷനും ഇവർ രണ്ടുപേരും തിരഞ്ഞെടുത്ത വഴി സിനിമയുടെ പാത തന്നെയായിരുന്നു. അപ്പൻ്റെ വഴിയെ പോയ മക്കളും സിനിമയ്ക്ക് വേണ്ടി അതുല്യമായ സംഭാവനകൾ നൽകി. രാജേഷ് റോഷൻ, അദ്ദേഹം അറിയപ്പെടുന്ന സംഗീത സംവിധായകൻ. ഒട്ടനവധി സൂപ്പർ ഹിറ്റ് സോങ്സ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. രാകേഷ് റോഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം നല്ല ഒരു നടനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിജയം ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു സംവിധായകനായതിലൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഒരാളുടെ തീരുമാനം പിന്നീട് വന്ന തലമുറയുടെ ദിശ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് മക്കളും അവരുടെ അപ്പൻ്റെ വഴിയെ പോയി അവരുടെ സിനിമയിലുള്ള അവരുടെ കൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ അത് വളരെ വലുതാക്കി മാറ്റി വിജയത്തിലേക്ക് അവർ നടന്നു നീങ്ങുകയാണ്. പിന്നീട് വരുന്നത് രാകേഷിൻ്റെ മകൻ ഹൃതിക് റോഷൻ. ഒട്ടനവധി സൂപ്പർ ഹിറ്റുകളിൽ നായകനായ സൂപ്പർ സ്റ്റാറായ ഹൃതിക് റോഷനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ കുടുംബത്തെ പരിശോധിക്കുമ്പോൾ അവരുടെ ആ സീരീസിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഫാമിലി ലെഗസി എന്ന് പറയുന്നത്, കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത്? ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വത്തല്ല. അത് നമുക്ക് എന്തുമാത്രം പണമുണ്ട് എന്നുള്ളതല്ല ഒരു പാരമ്പര്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പേരോ നമ്മുടെ ബലമോ ഒന്നുമല്ല. അതൊക്കെ ഈ കുടുംബ പാരമ്പര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിട്ട് വരുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് കുടുംബത്തിൻ്റെ മൂല്യമാണ്. എന്ത് വാല്യൂ ആണ് നമ്മൾ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കുടുംബ പാരമ്പര്യത്തിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത് കുടുംബത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ മൂല്യം ദെയർ ലവ് ഫോർ ഹിന്ദി ഫിലിംസ്. ആ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയോടുള്ള അവരുടെ സ്നേഹം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമായിട്ട് റോഷൻ നാഗരത്ത് മക്കൾക്ക് നൽകുകയാണ്. അത് പിന്നീട് ഹൃതിക് റോഷനിലേക്കും അവിടുന്ന് അടുത്ത തലമുറയിലേക്കും ഹൃതിക് റോഷൻ നൽകാൻ ശ്രമിക്കുന്നതായിട്ടെങ്കിലും നമ്മൾ ആ സീരീസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു സിനിമയോടുള്ള അവരുടെ അഭിനിവേശം. അടുത്ത ഒരു കാര്യം എന്നുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ മൂല്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്. ഇവരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒത്തിരി കഠിനമായ കാര്യങ്ങളിലൂടെ അവർക്ക് പോവേണ്ടതായിട്ട് വന്നു. സങ്കടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ നടന്നു, കഷ്ടപ്പാടുകൾ അവർക്കുണ്ടായി. അപ്പോൾ ഇതിലൂടെ എല്ലാം അവർ കുറേ പാഠങ്ങൾ പഠിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ് അത് അവിടുന്ന് റോഷനിൽ നിന്ന് രാജേഷിലേക്കും രാകേഷിലേക്കും ഹൃതിക്കിലേക്കും വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ സീരീസിൽ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിശ്ചയിക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്യാനായിട്ടുള്ള നമ്മുടെ മനസ്സും ആഗ്രഹവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെയാണ് നമ്മുടെ കുടുംബ പാരമ്പര്യം ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? ഈ റോഷൻ ഫാമിലിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പം അവരുടെ കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ബന്ധമാണ്. ഈ സഹോദരങ്ങളും അവരുടെ മക്കളുമൊക്കെ ആയിട്ടുള്ള ബന്ധമാണ് അവരുടെ എല്ലാ പ്രതിസന്ധിയിലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള കരുത്ത് നൽകുന്നത്. അപ്പം ബന്ധങ്ങളുടെ ആ ഒരു ശക്തി അവരുടെ കുടുംബത്തിൻ്റെ പ്രയാണത്തെ മുഴുവൻ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് പ്രതിസന്ധിയിലും അവർ ഒറ്റയ്ക്കല്ല ആരും, അവരെല്ലാം കൂടെയുണ്ട്. ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഈ രാജേഷും രാകേഷും ഹൃതിക് റോഷനും കൂടെ ഒന്നിച്ചു വരുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിട്ട് മാറുകയാണ്. ഈ രണ്ട് സഹോദരങ്ങളും ഹൃതിക്കും കൂടി ഒന്നിച്ചു ചേർന്നപ്പോൾ അവിടെ ഉണ്ടായത് ഒരു നല്ല മാജിക്കാണ്, സിനിമയുടെ ഒരു വലിയ വിസ്മയം. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന മൂല്യത്തെ സംരക്ഷിക്കുന്നതിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അതുല്യമായ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനും കുടുംബത്തിലുള്ളവരെല്ലാം പരസ്പരം ഒന്നു ചേർന്ന് പ്രതിസന്ധികളെ നേരിടാനും വിജയത്തിൽ ഒന്നിച്ച് ആഘോഷിക്കാനും ഒക്കെ സാധിക്കുന്നൊരു മനസ്സ് നേടിയെടുക്കുക എന്നുള്ളത് കുടുംബ പാരമ്പര്യത്തിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അടുത്ത ഒരു കാര്യമുള്ളത് കുടുംബത്തിലെ നന്മകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം ഞങ്ങളിൽ തന്നെ അവസാനിക്കുന്നു എന്നുള്ള ചിന്തിക്കുന്നതിന് പകരം അടുത്ത തലമുറയിലേക്ക് അത് കൊടുക്കാനും അത് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കുക എന്നുള്ളതും ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ കുടുംബത്തിലെ ചില റെസിപ്പികൾ, വല്യമ്മയുടെ റെസിപ്പി, അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് മാസ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന പലതരത്തിലുള്ള റെസിപ്പികൾ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നുണ്ട്. ചില സീക്രട്ടുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില രീതികൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിൽ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ അടുത്ത തലമുറയെ വരെ ശക്തിപ്പെടുത്തുന്നതായിട്ടും വിജയിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ട്രിക്ക് ഓർ ട്രീറ്റ് ഫുഡ്സ് എന്ന ഇന്ത്യൻ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ കമ്പനി അവർ ചെയ്തൊരു കാര്യം, അവരുടെ ഗ്രാൻഡ്മയുടെ റെസിപ്പി ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും
റിഫൈൻ ഫുഡ് പരമാവധി ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്സ് ഉണ്ടാക്കി നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ ആരംഭിച്ചത്. അത് അവരുടെ ഒരു പുതിയ യാത്രയ്ക്ക് കാരണമായിട്ട് മാറുകയാണ്. ഇങ്ങനെയാണത്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് നമ്മളൊരു കാര്യം കൈമാറ്റം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് പുതിയ തലമുറയുടെ വിജയത്തിലേക്ക് തന്നെ അത് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. നമ്മുടെ മലയാളികളൊക്കെ എന്തുമാത്രം ആളുകളാണ് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോയിട്ടുള്ളത്. അവരുടെ ആ യാത്ര എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ റിസ്കുകളും എടുത്ത് അതിൻ്റെ എല്ലാ കാഠിന്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രയുടെ ഫലമായിട്ട് സംഭവിക്കുന്നവരെല്ലാം ഒരു പുതിയ പാരമ്പര്യം വെട്ടിത്തുറക്കുകയാണ്. ഒരു പുതിയ രാജ്യത്തേക്ക് കുടിയേറി അവിടെ സ്ഥിരതാമസമാക്കുമ്പോൾ അവരൊരു പുതിയ ചരിത്രം ആരംഭിക്കുന്നു. അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ വിദേശത്ത്, അതായത് സൗദിയിലോ ദുബായിലോ ഒക്കെ പോയി പണം ഉണ്ടാക്കി തിരിച്ച് നാട്ടിൽ വന്ന് കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിർണായക ശക്തിയാകാനുള്ള സാധ്യതകൾ നമുക്കെല്ലാം ഉണ്ട് എന്ന് നമ്മളെ ഒന്ന് ഓർപ്പിക്കാനും, അങ്ങനെ ആരെങ്കിലും അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് സ്വയം മനസ്സിലാക്കി ഒരു യാത്ര ആരംഭിക്കാൻ എല്ലാവരെയും ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ അത് ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ചിന്തകൾ കമൻസിൽ അറിയിക്കുക, ഞാനത് വായിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.